സ്പീഡ് കുറവുള്ള ഫാനുകളെല്ലാം മിക്കവാറും കപ്പാസിറ്റർ ചേഞ്ച് ചെയ്താൽ അതിന്റെ യഥാർത്ഥ സ്പീഡിലേക്ക് വരും. ഈ വീഡിയോയിൽ ഫാനിന്റെ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യാൻ അറിയാത്തവർക്ക് കപ്പാസിറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം നമുക്ക് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യാം. ഇത് അഴിക്കുന്നതിന് മുന്നേ നമുക്കൊരു ഫോട്ടോ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഇതിലെ വയർ കണക്ഷൻസ് മറന്നുപോയാലും ആ ഫോട്ടോ നോക്കി നമുക്ക് ചെയ്യാം. ഇലക്ട്രിക്കൽ വർക്ക് ഒട്ടും അറിയാത്തവർക്ക് പോലും ഇത് സിമ്പിളായി ചെയ്യാവുന്നതാണ്. ഇപ്പൊ പഴയ കപ്പാസിറ്ററിലെ രണ്ട് വയറും നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കപ്പാസിറ്റർ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ തന്നെ അത് പുറത്തോട്ട് വരും. അതേ പ്ലേസിൽ തന്നെ പുതിയ കപ്പാസിറ്റർ ജസ്റ്റ് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ 2.5 മൈക്രോഫാരഡിന്റെ കപ്പാസിറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ ഷോപ്പിൽ പോയി ഫാനിന്റെ കപ്പാസിറ്റർ വേണമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കത് എടുത്ത് തരും. പുതിയ കപ്പാസിറ്ററിന്റെ രണ്ടുപേരും മുൻപ് അഴിച്ചെടുത്ത അതേ പോർട്ടിൽ തന്നെ കണക്ട് ചെയ്ത് നമുക്കത് സ്ക്രൂ ചെയ്യാം. ഈ കണക്ടറിലെ ഇടത് സൈഡിൽ ഫാനിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന യെല്ലോ വയറിലോട്ടും ബ്ലാക്ക് വയറിലോട്ടുമാണ് കപ്പാസിറ്ററിന്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. ഈ യെല്ലോ വയറിന്റെ സ്ഥാനത്ത് ചിലപ്പോൾ ബ്ലൂ വയർ വരാനും ചാൻസ് ഉണ്ട്. കപ്പാസിറ്ററിന് പൊളാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കപ്പാസിറ്ററിന്റെ വയറുകൾ തമ്മിൽ മാറിയാലും കുഴപ്പമില്ല. ഇത്രയും ചെയ്താൽ കപ്പാസിറ്റർ ചേഞ്ചിങ് കംപ്ലീറ്റ് ആയി.